7 ദിവസമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സൈഡിലൊക്കെ ഇന്നലെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. അത് ഈ സൈഡിലൊക്കെ ചെറിയ വെള്ളം ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. മുറ്റത്തൊക്കെ വെള്ളമൊക്കെ കുറഞ്ഞു, ലെവലൊക്കെ. വെള്ളക്കെട്ടെന്ന് പറയാൻ പറ്റില്ല, ഈ പെയ്ത്ത് വെള്ളം, ഈ മഴ പെയ്യുമ്പോൾ തന്നെ വെള്ളം. ഈ മോട്ടോർ പുരയുടെ ചുറ്റുമൊക്കെ വെള്ളം ഇന്നലെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ പോയി. കിണറിൻ്റെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് ഫ്ലോർ ലെവല്, കിണറിലെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഏതാണ്ട് ഫ്ലോർ ലെവൽ കണ്ടില്ലേ, ഫ്ലോർ ലെവലും കഴിഞ്ഞ് പൊങ്ങിയോന്ന് സംശയം. ഇപ്പുറത്ത് കണ്ടില്ലേ ഫ്ലോർ ലെവല്, കിണറിലെ വെള്ളം കിടക്കണ കണ്ടില്ലേ, ഫ്ലോർ ലെവല് കഴിഞ്ഞ് പൊങ്ങിയോന്ന് സംശയമുണ്ട്. ഈ തവണ കുറച്ച് ഇത് കിട്ടി കേട്ടോ, തന്നെ ഫിലോസാൻ കിട്ടിയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല, ആ റംബുട്ടാൻ്റെ അതേ ടേസ്റ്റ് തന്നെ. ഫിലോസാനും റംബുട്ടാനും പൂവൊക്കെ പോയി, കുറച്ച് മഴ കാരണം, ഒരാഴ്ചത്തെ മഴ കാരണം നല്ല പൂക്കളെല്ലാം പോയി. ഇനി പുതിയത് വന്നിട്ട് വേണം. ഇപ്പോൾ താഴെ ലെവലിൽ വെള്ളം വന്നു, ഏതാണ്ട് ഏറ്റവും ലോ ലെവലിൽ ഒരു ഏറ്റവും താഴെ ലെവലിലൊരു, ഇവിടെ ഇപ്പോൾ ഒരു 1/2 ഫീറ്റ് ഉള്ളൂ, അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു 1.5 ഫീറ്റ് വെള്ളമായി കാണും. 2019 ഏതാണ്ട് ഒരു ഇവിടെ ഏറ്റവും ഷാലമായിട്ടുള്ള ഏരിയയിൽ ഒരു 3 ഫീറ്റ് വാട്ടർ വന്നായിരുന്നു. ആ ലെവലിൽ വന്നിട്ടില്ല, എന്നാലും ഫ്ലഡ് സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ട് കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഫ്ലഡ് സ്റ്റാർട്ട് ചെയ്യാവുന്ന സിറ്റുവേഷൻ. ഇവിടുത്തെ വാട്ടർ ലെവൽ നോക്കിയാണ് ഞാൻ മിക്കവാറും ഫ്ലഡ് പ്രഡിക്റ്റ് ചെയ്യാറില്ല. ഫ്ലഡിൻ്റെ ഒരു സ്റ്റാർട്ട് പോയിൻ്റ് ആയിട്ടുണ്ട്, ഒരു 1.5 ഫീറ്റ് ആയിട്ടുണ്ട്. ഒരു 3 ഫീറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫ്ലഡ് ഉണ്ടാവും കേരളത്തിൽ. 1.5 ഫീറ്റ് ആയിട്ടുണ്ട്. 1.5 2 ഇടയ്ക്കായിരിക്കും. ഇല്ല, ഇവിടം വരെ, ഈ ജാതിയുടെ അവിടം വരെ വെള്ളം കയറി, ഇവിടം വരെ കയറി കിടക്കണ്ട. അപ്പോൾ മറ്റേ സാധാരണ ബാക്കിൽ അവിടം വരെ കയറും. ഒരു 1 ഫീറ്റും കൂടെ കയറി കഴിഞ്ഞാൽ, 1 ഫീറ്റ് കൂടി വാട്ടർ വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഫ്ലഡ് വരാറുണ്ട് സാധാരണ. ഇത് ഫ്ലഡ് ലെവലിൻ്റെ അടുത്തായിട്ടുണ്ട്. ഇവിടെയൊക്കെ ചെറുതായിട്ട് വെള്ളം കിടക്കണേ ഉള്ളൂ. ഇവിടെ ഇച്ചിരൂടെയും പോകും, ഇവിടെയൊക്കെ ഒരു 1/2 ഫീറ്റ് വാട്ടർ വരാം ഫ്ലഡ് ലെവലിലേക്ക് വരണമെങ്കിൽ. ഇങ്ങോട്ടൊന്നും വരില്ല, ഈ ഹൈറ്റ് കൂടിയ സ്ഥലങ്ങളിലേക്കൊന്നും വെള്ളം വരില്ല. ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു മല പോലെയുള്ള സ്ഥലം, ഇത് തന്നെ മൊത്തത്തിലൊരു മലയുടെ ഒരു ടോപ്പ് പോസ്റ്റാണ് നമ്മുടെ ഈ പ്ലോട്ട് ഇരിക്കണമെന്ന് പറഞ്ഞാൽ. അതിലിപ്പോൾ ഒരു കുഴി പോലെ ഒരു ചെറിയൊരു ഡിപ്പുള്ള സ്ഥലത്ത് മാത്രമേ വെള്ളം കയറുള്ളൂ. ഇതൊരു മല പോലെയുള്ളൊരു സ്ഥലമായി. നമ്മുടെ പ്ലോട്ട് ഇരിക്കുന്ന സ്ഥലം തന്നെ ഒരു മലയുടെ പുറത്താണ്. ഇറ്റ് ഈസ് സിറ്റിംഗ് ഓൺ എ ഹിൽ. അത് ആ ഹില്ലിലൊരു ചെറിയൊരു ഡിപ്പുള്ള സ്ഥലത്ത് മാത്രം ഇച്ചിരി വെള്ളം കിട്ടുന്നുള്ളൂ, ബാക്കിയല്ലാതെ ഇതൊക്കെ ഒരു മലയാണ്. അങ്ങോട്ടൊക്കെ മലയാണ്, അങ്ങോട്ട് മലയാണ്, നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലും മലയാണ്. ഇതൊരു മലയുടെ ഒരു പോർഷനാണ്. അതിലിപ്പോൾ ഇവിടെ ചെറിയ സ്ഥലത്തൊരു ഡിപ്പ് ഉണ്ടെന്നേ ഉള്ളൂ. ഒരു 2-3 സ്ഥലത്തൊരു ഡിപ്പ്, 3 അല്ല, ഒരു 4-5 സെൻറ്റ് സ്ഥലത്തൊരു ഡിപ്പുണ്ട്. ആ ഡിപ്പ് ഏരിയയിൽ ഇച്ചിരി വെള്ളം കിട്ടും.
വെള്ളം കിട്ടുന്ന ഏരിയ ഇവിടെയാണ് ഞാൻ പറഞ്ഞത്. ഇവിടുന്ന് ഒരു 10-30 അടി സ്ഥലം നേരെ ചില ഡിപ്പ് വെച്ച് താന്ന് കിടക്കുന്ന സ്ഥലമാണ്. നോർമൽ ഫ്ലോർ ലെവലിനേക്കാളും താന്ന് കിടക്കുക. അവിടെ മാത്രമാണ് വെള്ളം കിട്ടുന്നത് നമ്മുടെ പ്ലോട്ടിൽ. ഇത് ശരിക്കും ഒരു മലയാണ് ഈ പ്ലോട്ട്, നമ്മുടെ ഈ ഏരിയ മുഴുവൻ. ഇത് സാധാരണ 5 ഏക്കർ പ്ലോട്ടിൽ, ഈ 5 ഏക്കർ പ്ലോട്ടിലൊരു 3.5 ഏക്കർ മലയാണ്. 1.5 ഏക്കർ സ്ഥലമാണ് താഴെ അപ്പുറ സൈഡിൽ, അവിടെ റബ്ബർ വെക്കുന്ന സ്ഥലത്താണ് വെച്ചാൽ താഴ്ന്ന സ്ഥലം. ഇത് ഈ മലയിൽ മലയുടെ ഉള്ളിലുള്ളൊരു ചെറിയൊരു ഒരു 3-4 ഫീറ്റ് 1 മീറ്റർ ഡൗൺ ആയി കിടക്കുന്ന ഒരു ഏരിയയിൽ മാത്രമാണ് ഈ വെള്ളം. ഇവിടെ ശരിക്കും വെള്ളം കിട്ടില്ലായിരുന്നു പണ്ട്. ഈ മതിൽ വന്നേ പിന്നെയാണ്, ഇവിടെ ഒരു മതിൽ വന്നേ പിന്നെയാണ്, നേരത്തെ ഈ ഇവിടുന്ന് ഒഴുകി അങ്ങോട്ട് താഴോട്ട് പോകുമായിരുന്നു. ആ മതിൽ വന്നേ പിന്നെയാണ് ഇവിടെ വെള്ളം കിട്ടി തുടങ്ങിയത്. അന്ന് വെട്ടിക്കളഞ്ഞ ഡാമേജ് വന്ന തെങ്ങുണ്ട്, ഈ വെട്ടിക്കളഞ്ഞതാണ്. ഇവർ വന്ന് ആ മരം മേടിക്കാൻ വന്നവർ വന്ന് വെട്ടിക്കളഞ്ഞത്. മാവുകളൊക്കെ ഇത് ശരിക്കും വലുതായി. അന്ന് നട്ട പേരയ്ക്ക മാവ് അത്രയും വലുതായിട്ടില്ല, എന്നാൽ ഇറ്റ് ഈസ് കമ്മിങ് അപ്പ്. ടൈം എടുക്കുമായിരിക്കും മാവിന് മറ്റേതിനേക്കാളും. ചെറിയൊരു ജാക്കറ്റ് മേടിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നല്ല വർഷം ഇതുപോലെ. പക്ഷേ ആകെ ഈ 20 വർഷത്തിന് 4 തവണ ഇവിടെ വെള്ളം കിട്ടിയിട്ടില്ല. അങ്ങനെ സമയത്ത് വേണമെങ്കിൽ ഇതിൽ ചെറിയ ജാക്കറ്റിൻ്റെ പിള്ളേർക്ക് തുഴയാൻ ഉപയോഗിക്കാം. ഒരു പോണ്ട് പോലെ ആ ഒരു ടൈമിൽ കിട്ടും. പക്ഷേ ഈ എലിപ്പനിയും അത് ഇതൊക്കെയുള്ള കാലത്ത് സേഫല്ല. ഇവിടെയൊക്കെ ഇറങ്ങി വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങാതെ. സോ ഇറ്റ് ഈസ് മറ്റു വ്യത്യാസമൊന്നുമില്ല, അസ് നോർമൽ.